ഇലക്ഷന്റെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിന് 2 ദിവസത്തെ ലീവ് കിട്ടി. കിട്ടിയ ഗ്യാപ്പിന് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. നമ്മുടെ ഭദ്രയ്ക്ക് ഒരു വയസ്സായതിനു ശേഷം നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുന്ന യാത്രയാണ് കേട്ടോ ഇത്. പക്ഷെ ഞങ്ങളുടെ തിരക്ക് കാരണം ഞങ്ങൾക്കിത് പോകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങൾക്ക് അവസരം കിട്ടിയത്. അങ്ങനെ സ്കൂളൊക്കെ വിട്ട് വൈകുന്നേരം ഒരു 5:30-6 മണിയോട് കൂടി ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങൾ പോകുന്നതേ പഴനിക്കാണ് കേട്ടോ. എന്തിനാണെന്ന് മനസ്സിലായിണ്ടാവും അല്ലേ. അങ്ങനെ രാത്രി 12:30 നമ്മൾ പഴനിയിലെത്തി. പഴനിയുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് റൂം കിട്ടി. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. പുതിയ ഹോട്ടലായിരുന്നു. നല്ല അടിപൊളി അത്യാവശ്യം സൗകര്യമുള്ള റൂം തന്നെയായിരുന്നു. പിറ്റേന്ന് രാവിലെ 6:30 കൂടി ഞങ്ങൾ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ബദ്രി ഫുള്ള് സെറ്റാണ്. അവന് യാത്ര അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ രാവിലെ എണീറ്റ് കുളിച്ച് അടിപൊളിയായി. നമ്മൾ പോകുന്നതേ ബദ്രിയുടെ മുടി കളയാനാണ് കേട്ടോ. പൈങ്കൂൻ അതിൽ നല്ല സങ്കടമുണ്ട്. അവള് കളയണ്ടെന്നാണ് പറയണത്. എന്തായാലും ഈ മുടി നമുക്ക് കളയണല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഹോട്ടലിന് മുന്നേ തന്നെ നോക്കും, നല്ല വൃത്തിയിൽ ലൈവായിട്ട് ദോശ ഉണ്ടാക്കുന്നു. തൊട്ടപ്പുറത്ത് തന്നെ നല്ല പൂക്കള്. അതുപോലെ തന്നെ അമ്പലത്തിലെ പാട്ട് നമുക്ക് കേൾക്കാം. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. എന്തൊരു പോസിറ്റീവ് വൈബാണല്ലേ നമ്മുടെ എവിടെ അമ്പലത്തിൽ പോയാലും. പൈങ്കു ചെറിയ കുട്ടിയായപ്പോൾ അവളുടെ മുടി ആദ്യമായിട്ട് കളഞ്ഞത് നമ്മൾ പഴനിന്നാണ് കേട്ടോ. അപ്പൊ പിന്നെ ഭദ്രയുടെ ഇവിടെ തന്നെ ആവാന്ന് വിചാരിച്ചു. പഴനിയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് കൂടുതൽ കാണുന്നത് മലയ്ക്ക് പോകുന്ന അയ്യപ്പസ്വാമിമാരെയാണ്. ഇവിടെയാണ് കേട്ടോ മുടി മുണ്ടനം ചെയ്യുന്നത്. ഇവിടെ ടിക്കറ്റ് ഫ്രീ ആണ്. ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ബ്ലേഡും കൂടെ തരും. അങ്ങനെ ഇതിനുള്ളിൽ ഒരുപാട് മുടി കളയുന്ന ആളുകളുണ്ട്. നമ്മൾ അവിടെ പോയി ഭദ്രയുടെ മുടി കളയാൻ റെഡിയായി. അവനാകെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുമെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത് കേട്ടോ. പക്ഷേ ഫോണിൽ ഒരു വീഡിയോ ഒക്കെ വെച്ചു കൊടുത്തപ്പോൾ അവനത് കണ്ട് കൂളായിട്ടിരുന്നു. അദ്ദേഹത്തിന് സുഖമായിട്ട് മുടി കളയാൻ പറ്റിയിട്ടോ. ഇത് പഴനിയിലൊരു വഴിപാടായതിനാൽ പ്രായഭേദമന്യേ ഒരുപാട് ആളുകൾ ഇവിടെ മുടി മുണ്ടനം ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. മുടി കളയാണെന്ന് ഭദ്രയ്ക്ക് മനസ്സിലായി കേട്ടോ. എന്നാൽ അവനൊരു ബഹളം ഉണ്ടാക്കാണ്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്നു കൊടുത്തു. പഴനി കൊണ്ടുപോയിട്ട് ഭദ്രയുടെ മുടി കളയാം എന്നുള്ള നമ്മുടെ ആഗ്രഹം അങ്ങനെ സാധിച്ചു. മുടിയില്ലാത്ത ഭദ്രനെ കാണാൻ എങ്ങനെ ഇരിക്കുന്നുള്ളതായിരുന്നു പൈങ്കൂർ ടെൻഷൻ. ഇപ്പൊ ഏതായാലും അവളും നല്ല ഹാപ്പിയാണ്. അവിടുന്ന് ഭദ്രയുടെ തലയിൽ ചന്ദനമൊക്കെ തേച്ച് കാവടിയൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. ഈ മലമുകളിലിരിക്കുന്ന കുട്ടി മുരുകന്റെ അടുത്ത് നമ്മൾ എത്തണമെങ്കിൽ ഏകദേശം 693 പടികൾ കയറിയിട്ട് വേണം. അങ്ങനെ ഒരു തടസ്സവും കൂടാണ്ട് ഞങ്ങൾക്ക് മുരുകനെ തൊഴാൻ പറ്റി. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഉച്ചയോടുകൂടി അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഇറങ്ങിയപ്പോൾ ഒരു പൂവും അതുപോലെ നല്ല ഭംഗിയുള്ള ഈ പാവേനൊക്കെ വാങ്ങി. ഭദ്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പാവ കേട്ടോ. അങ്ങനെ റൂമിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. വൈകുന്നേരം ഒരു 4 മണിയോട് കൂടി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു.